നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളം ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിൽ ഓണം അടുത്തെത്തുന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർ, സർവീസ് പെൻഷൻകാർ, ക്ഷേമ പെൻഷൻകാർ, റേഷൻ കാർഡ് ഉടമകൾ, സാധാരണ ജനങ്ങൾ തുടങ്ങി എല്ലാവരും ഉറ്റുനോക്കുന്ന ചില പ്രധാന വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബത്തിയിൽ ഇളവ് ലഭിക്കുമോ? കുടിശ്ശികയായി കിടക്കുന്ന DA ഗഡുക്കൾ ഏതെങ്കിലും ഭാഗം അനുവദിക്കുമോ? ഓണത്തിന് മുൻപ് ശമ്പളം ലഭിക്കുമോ? ഉത്സവകാല ആനുകൂല്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അതോടൊപ്പം ഓണം 2026 റേഷൻ വിതരണം, ഓണക്കിറ്റ്, അധിക അരി, സപ്ലൈകോ ഓണം ഫെയർ, അതുപോലെ പെൻഷൻ 4000 രൂപ ലഭിക്കുമോ? ഈ കാര്യങ്ങളെല്ലാം വിശദമായി നമ്മൾക്ക് പരിശോധിക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. സംസ്ഥാന സർക്കാരിന്റെ ധനസ്ഥിതി വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ജീവനക്കാരുടെ പ്രതീക്ഷകൾ കണക്കിലെടുത്ത് ക്ഷാമബത്ത സംബന്ധിച്ച തീരുമാനം പരിഗണിക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ അനുവദിക്കാതെ കുടിശ്ശികയായി തുടരുന്ന DA ഗഡുക്കളിൽ നിന്ന് 2% അനുവദിക്കുന്ന കാര്യം ധനവകുപ്പ് പരിശോധിക്കുന്നുവെന്നാണ് വിവിധ റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം സർക്കാർ ഉത്തരവിലൂടെയാണ് വ്യക്തമാവുക. അതുവരെ ഇതിനെ ഔദ്യോഗിക പ്രഖ്യാപനമായി കാണാൻ കഴിയില്ല. അതുപോലെ തന്നെ വിലക്കയറ്റം മൂലം ജീവനക്കാരുടെ വാങ്ങൽ ശേഷി കുറയാതിരിക്കാൻ അടിസ്ഥാന ശമ്പളത്തിന് പുറമെ നൽകുന്ന തുകയാണ് ക്ഷാമബത്ത. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില ഉയരുമ്പോൾ ജീവനക്കാരുടെ വരുമാനം യാഥാർത്ഥ്യത്തിൽ കുറയാതിരിക്കാനാണ് ഈ സംവിധാനം. അതുകൊണ്ട് തന്നെ DA വർധനവ് ജീവനക്കാർ ഏറെ ശ്രദ്ധയോടെ കാത്തിരിക്കുന്ന വിഷയമാണ്. 2% DA അനുവദിക്കുകയാണെങ്കിൽ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തെ ആശ്രയിച്ച് പ്രതിമാസ വരുമാനത്തിൽ വർധനവുണ്ടാവാം. ഉയർന്ന അടിസ്ഥാന ശമ്പളമുള്ളവർക്ക് ലഭിക്കുന്ന തുകയും കൂടുതലായിരിക്കും. അതുപോലെ സർവീസ് പെൻഷൻ ലഭിക്കുന്നവർക്കും അനുബന്ധമായി ആശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതിന്റെ കൃത്യമായ കണക്കുകൾ സർക്കാർ ഉത്തരവ് വന്ന ശേഷമേ വ്യക്തമാവുകയുള്ളൂ. ഓണം കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവമാണ്. ഈ സമയത്ത് സാധാരണയായി ജീവനക്കാർക്ക് നേരത്തെ ശമ്പളം വിതരണം ചെയ്യാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കാറുണ്ട്. ഈ വർഷവും ഓഗസ്റ്റ് അവസാന വാരത്തിലാണ് ഓണം എത്തുന്നത്. അതുകൊണ്ട് ശമ്പള ബില്ലുകൾ നേരത്തെ തയ്യാറാക്കി പ്രോസസ് ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സർക്കാർ അന്തിമ അനുമതി നൽകിയാൽ ഓണത്തിന് മുൻപ് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ശമ്പളം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ ഉത്സവ ചെലവുകൾ കൈകാര്യം ചെയ്യാൻ ജീവനക്കാർക്ക് കൂടുതൽ സൗകര്യം ലഭിക്കും. കേരളം സാമ്പത്തിക നിയന്ത്രണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിലാണ് സർക്കാർ വിവിധ ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ജീവനക്കാർക്ക് DA അനുവദിക്കണമോ എന്നത് സാമ്പത്തികമായി വലിയ തീരുമാനമാണ്. ഒരു ഭാഗത്ത് ജീവനക്കാരുടെ ആവശ്യമുണ്ട്, മറ്റൊരു ഭാഗത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നിയന്ത്രണങ്ങളുമുണ്ട്. ഈ രണ്ടിനുമിടയിൽ സന്തുലിതമായ സമീപനം സ്വീകരിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നാണ് വിലയിരുത്തൽ. ഓണം അടുത്തെത്തുമ്പോൾ കേരളത്തിലെ വിപണികളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, ഗൃഹോപകരണങ്ങൾ, സമ്മാനങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ വിൽപ്പന വർദ്ധിക്കും. ഇത്തരം സമയത്ത് ജീവനക്കാർക്ക് നേരത്തെ ശമ്പളം ലഭിക്കുന്നത് പ്രാദേശിക വ്യാപാര മേഖലയെയും ഉണർത്താൻ സഹായിക്കും. ഇത് സംസ്ഥാന സമ്പദ് വ്യവസ്ഥയ്ക്കും ഒരു പരിധിവരെ ഗുണകരമാകുമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നുണ്ട്. ഇനി റേഷൻ കാർഡ് ഉടമകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന വിഷയത്തിലേക്ക് കടക്കാം. ഓണം അടുത്തെത്തുമ്പോൾ ഓരോ വർഷവും പ്രത്യേക റേഷൻ വിതരണവും സബ്സിഡി പദ്ധതികളും സംബന്ധിച്ച് വലിയ പ്രതീക്ഷയാണ് ഉയരുന്നത്. ഈ വർഷവും അതേ സാഹചര്യം ആണുള്ളത്. പലരും ഇപ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങൾ: ഓണക്കിറ്റ് ഉണ്ടാവുമോ? അധിക അരി ലഭിക്കുമോ? സൗജന്യ വിതരണം ഉണ്ടാവുമോ? സപ്ലൈകോയിൽ വലിയ വിലക്കിഴിവ് ഉണ്ടാവുമോ? ഇവയ്ക്ക് ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ വരെ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ല. എന്നാൽ കൂടിയും മുൻകാലങ്ങളിൽ വിവിധ രീതിയിലുള്ള സഹായങ്ങളാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ചില വർഷങ്ങളിൽ സൗജന്യ ഓണക്കിറ്റ് വിതരണം നടന്നു. ചില വർഷങ്ങളിൽ സബ്സിഡി നിരക്കിൽ പ്രത്യേക ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കി. ചില സമയങ്ങളിൽ സപ്ലൈകോ ഓണം ഫെയറുകൾ വഴി വിലക്കിഴിവ് നൽകി. അതുകൊണ്ട് എല്ലാ വർഷവും ഒരേ മാതൃക ആവർത്തിക്കണമെന്നില്ല. ഇത് പുതിയ സർക്കാരാണ്. സർക്കാരിന്റെ സാമ്പത്തിക സാഹചര്യം, സംഭരണശേഷി, ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഇത്തവണത്തെ തീരുമാനം.
ഓണക്കാലത്ത് സാധാരണയായി സപ്ലൈകോയുടെ പ്രത്യേക വിപണന പരിപാടികൾ വലിയ ശ്രദ്ധ നേടാറുണ്ട്. അരി, പഞ്ചസാര, പരിപ്പ്, മുളകുപൊടി, മല്ലിപ്പൊടി, വെളിച്ചെണ്ണ, ചായപ്പൊടി തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കാൻ സർക്കാർ ശ്രമിക്കാറുണ്ട്. ഇത്തവണയും സമാനമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്നത് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ ഏത് സാധനങ്ങൾക്ക് എത്ര വിലക്കിഴിവ് ലഭിക്കുമെന്നത് വ്യക്തമായി നമ്മൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ വേറൊരു വാർത്തയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരിക്കുന്ന പ്രധാന ചോദ്യം. അതായത് ഓണത്തിന് മുൻപ് അധിക പെൻഷനോ 2 മാസത്തെ പെൻഷനോ പ്രത്യേക ഉത്സവ സഹായമോ ലഭിക്കുമോ എന്നുള്ള കാര്യം. ഇപ്പോൾ ലഭ്യമായ വിവരങ്ങൾ വിശദമായി നമ്മൾക്ക് നോക്കാം. നിലവിൽ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം നൽകുന്നത് 2000 രൂപയാണ്. ഓണം പോലുള്ള വലിയ ഉത്സവങ്ങൾ അടുത്തെത്തുമ്പോൾ സർക്കാർ ക്ഷേമ പെൻഷൻ വിതരണം വേഗത്തിലാക്കുകയോ ചില സാഹചര്യങ്ങളിൽ ഒന്നിലധികം മാസത്തെ പെൻഷൻ ഒരുമിച്ച് നൽകുകയോ ചെയ്തിട്ടുള്ള അനുഭവം മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണയും ഗുണഭോക്താക്കൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത്. മുൻകാല പ്രവണതകൾ പരിശോധിച്ചാൽ ചില വർഷങ്ങളിൽ ഓണത്തിന് മുന്നോടിയായി കുടിശ്ശികയുള്ള പെൻഷൻ തുകകൾ ഒരുമിച്ച് വിതരണം ചെയ്ത സംഭവങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങളിൽ നിരവധി ഗുണഭോക്താക്കൾക്ക് ഉത്സവ ചെലവുകൾ നിറവേറ്റാൻ അത് വലിയ സഹായകമായിരുന്നു. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിക്കണം, ഇവിടെ പുതിയ സർക്കാരാണ് വന്നിരിക്കുന്നത്. ഇത്തവണ എന്തായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. 2026 ഓണത്തോടനുബന്ധിച്ച് 2 മാസത്തെ പെൻഷൻ, പ്രത്യേക ഓണം അലവൻസ് അല്ലെങ്കിൽ അധിക തുക നൽകുന്ന ഔദ്യോഗിക സർക്കാർ പ്രഖ്യാപനം ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. പക്ഷേ അതേസമയം ഉത്സവകാലത്ത് ക്ഷേമ പദ്ധതികളുടെ വിതരണം വേഗത്തിലാക്കാൻ സർക്കാർ ശ്രമിക്കാറുള്ളത് മുൻകാല അനുഭവങ്ങളുടെ കാണാൻ നമ്മൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിനാൽ ഓണത്തിന് മുന്നോടിയായി പെൻഷൻ വിതരണം സംബന്ധിച്ച് സർക്കാർ പ്രത്യേക തീരുമാനം കൈക്കൊള്ളുമോ എന്നത് വരാനിരിക്കുന്ന ഔദ്യോഗിക അറിയിപ്പുകളിലൂടെ നമ്മൾക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത് വളരെ ലളിതമാണ്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജീവമാണോ, പെൻഷൻ സ്വീകരിക്കുന്ന അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആവശ്യമായ രേഖകളോ പരിശോധനകളോ ബാക്കിയുണ്ടോ എന്നത് മുൻകൂട്ടി ഉറപ്പാക്കുക. അങ്ങനെ ചെയ്താൽ വിതരണം ആരംഭിക്കുമ്പോൾ അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. അടുത്ത ദിവസങ്ങളിൽ സർക്കാർ ധനവകുപ്പിന്റെ സാമൂഹ്യനീതി വകുപ്പിന്റെയോ ഭാഗത്തു നിന്ന് പുതിയ അറിയിപ്പുകൾ വന്നാൽ അതിന്റെ കൃത്യമായ വിശദാംശങ്ങൾ നിങ്ങളിലേക്ക് ഉടൻ എത്തിക്കുന്നതാണ്. ഓണം അടുത്തു വരുന്നതിനനുസരിച്ച് വിവിധ വകുപ്പുകളിൽ നിന്ന് ഇനി പുതിയ പുതിയ വിവരങ്ങൾ നമ്മൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. അവയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഓണത്തിന് മുൻപുള്ള ശമ്പള വിതരണ തീയതി, ക്ഷാമബത്ത സംബന്ധിച്ച അന്തിമ സർക്കാർ തീരുമാനം, അതുപോലെ സപ്ലൈകോ ഓണം ഫെയറുകളുടെ തീയതി, പ്രത്യേക റേഷൻ വിതരണ ക്രമീകരണങ്ങൾ പ്രഖ്യാപിച്ചാൽ അത് നമ്മൾക്ക് അറിയാൻ സാധിക്കും. അതുപോലെ ഓണക്കിറ്റ് സംബന്ധിച്ച ഔദ്യോഗിക വിശദാംശങ്ങൾ. ഈ പ്രഖ്യാപനങ്ങൾ ഓരോന്നായി വന്ന ശേഷമേ അവയുടെ കൃത്യമായ വിശദാംശങ്ങൾ വിലയിരുത്താൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ വർഷങ്ങളെ പോലെ 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം, അതുപോലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം, DA വർധനവ്, റേഷൻ പ്രഖ്യാപനങ്ങൾ എല്ലാം നമ്മൾക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.